ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോവാണ് ഇന്ത്യൻ ഡ്രിഫ്റ്റ് ഓട്ടോ. ഇതായിരുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ വരാം കേട്ടോ. ഗൈസ്, നമ്മൾ ആദ്യം കളിച്ചതാണ്. നമ്മുടെ രാജുവിനെ കൊണ്ടൊക്കെ വന്നിട്ട് നമ്മിത്തല്ല കൊടുക്കുക. മക്കളെല്ലാവരും വന്നോളും. അവനെന്ത് ചെയ്യണം? വൃത്തിക്കാണ്. എടാ, മക്കളെല്ലാവരും ഇങ്ങോട്ട് വന്നേ. എല്ലാവരും ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എൻ്റെ മോനെ ക്യാപ്പി ബായ. എല്ലാവരും പെട്ടെന്ന് തുടങ്ങുമല്ലോ കേട്ടോ. ഒരുത്തം മടിയാണ്. ബാ, ഇവനും ഇവിടെ വരട്ടെ കേട്ടോ. ഈ മീസയിലങ്ങ് വരട്ടെ. അവനെ കൊന്നില്ലടാ. വാ വാ, എന്നെ അടിക്കണോ രാജേട്ടാ? ഓക്കെ, നിങ്ങളെ ഇവിടെ കിടന്ന് മിച്ചലുണ്ടാക്കിക്കോ. അയ്യോ അയ്യോ ഗൈസ്, പെട്ട്. അയ്യോ, അയാൾ കൂടി വരട്ടെ കേട്ടോ. അവർ രണ്ടുപേരും അടികൂടി കൊളഞ്ഞു. എടാ, എല്ലാവരും കൂടെ ഒന്നും കൂടെ. പോലീസുകാരിപ്പോൾ നമ്മളടിക്കാനില്ല. പക്ഷെ ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഒരു വണ്ടി, പോലീസിൻ്റെ വണ്ടി ഇങ്ങോട്ട് അടിച്ചിട്ട് ആരാ നിൽക്കുന്നില്ല. അതൊരു മണ്ടൻ പോലീസാ, ഒന്നും അറിയില്ല. നേരത്തെ വീഡിയോയിൽ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടപ്പം ഞാൻ ഒച്ച കുറച്ച്. എനിക്കറിയില്ല. മോൻ ചത്തില്ലേ? ചത്തപ്പാ, ഇനി നമുക്ക് താമസിക്കണ്ട. കഷ്ടപ്പെട്ട് മേടിച്ച വണ്ടികളെല്ലാം ഞാൻ കത്തിക്കാം കേട്ടോ. ഇനി വിഷമിച്ച് കരയേ ഇട്ട് ഇനി മേടിച്ചോണ്ട് പോവാം. ഈ സെൻ്റെ വണ്ടി ഞാൻ കാണിച്ചില്ലല്ലോ, കാണിച്ചുതരാം. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ജീപ്പ്. ചുമ്മാരെല്ലാവരും കൂടി വെടിവെക്കുമ്പോഴേ ചെറുതായിട്ട് ഗ്ലിച്ചിങ് ഉണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് കൊല്ലാം ആദ്യം. ഞാനടുത്ത് ബ്രേക്ക് ആട്ടോ. ഇത് ബ്രേക്ക് കഴിഞ്ഞ് നമുക്കൊരു മിസ്സായാലും മതി. ഇവിടെ ഓടാം. അപ്പം എല്ലാവരും ചത്തുപോക്കോളും. ചാവ് ഈ കച്ച അവിടെ ഓടട്ടെ, എസ്കേപ്പ് ആവട്ടെ. അതല്ല ഞാൻ വിചാരിക്കണേ, എനിക്ക് ജീപ്പേ രാജുവേട്ട കൂട്ടാണ്ട് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എടുത്ത് വന്ന് പോലീസ് സ്റ്റേഷൻ്റെ മേളിൽ ലാൻഡ് ചെയ്താലോ എന്നാണ് ഐഡിയ. ചെയ്തു നോക്കാം. രാജേട്ടൻ അവിടെ കടന്നു ചെയ്യട്ടെ. രാജേട്ടൻ്റെ അടുത്ത് പോലീസിനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. കുറേ പോലീസുകാരുണ്ട്. അടിച്ചു കൊല്ലു വിചാരിച്ചിട്ടാണ് പാവത്തിന് അവിടെ വിട്ട് കഴിഞ്ഞാൽ. അപ്പം പാവല്ല, അതിനും കൊന്നോണം. പക്ഷെ നമ്മളെയാണ് വെടിവെക്കാണ്. അപ്പോൾ രാജേട്ടൻ കൊല്ലും. അവിടെ യുവമാരെ എന്നെ ഗൈസ്, യുവമാർക്ക് നമ്മുടെ വീട്ടിൽ പോകണമെന്നൊന്നുണ്ട് കേട്ടോ. കൊണ്ടുപോവാം, ബാ കയറിക്കോ. അയ്യോ, അടിപൊളി. പക്ഷെ എല്ലാവരും കൂടി വന്നാൽ ചിലപ്പോൾ വണ്ടി തുറന്നു. 2 പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളതാണ്. അവനെ വെട്ടിച്ചിട്ട് നമുക്ക് റൈറ്റ് എടുക്കാം. നമുക്ക് നേരെ ഹെലികോപ്റ്ററിൻ്റെ
ആ കംപ്ലൈൻ്റ് ആയി. പ്ലീസ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടോ. പൈസ ഇല്ല, मेरे पास नहीं पैसा, सो एनीबडी पैसा दे दो. हेलीकॉप्टर स्टार्ट ചെയ്യുമ്പോൾ इसको ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. സ്ലോയ നേരത്തെ വന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ ഇപ്പം ചിലപ്പോൾ തുറന്നൊരു വയസ്സ് ആണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ കയറും. ഹെലികോപ്റ്റർ ക്രാഷ്. ശരിക്കറിയില്ല കേട്ടോ. ചിറകൊടിച്ച് കഴിഞ്ഞാൽ എന്നെ സംഭവിക്കുന്നു. ഭയങ്കര വയസ്സായിട്ട് താഴത്ത് അപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്ന് അവിടെ കിടക്കുന്നുണ്ട്. അത് ഈ വണ്ടികളെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന വണ്ടികളൊക്കെ ഡൂപ്പാട്ടോ വയസ്സ്. ഡൂപ്പ ഹെലികോപ്റ്ററിൽ രാജേട്ടനെ കയറ്റാൻ പറ്റുമോ? താഴെ മേലെ കൊങ്ങി പോവാം. താഴാൻ പറഞ്ഞാൽ അപ്പം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകട്ടോ. ഫസ്റ്റ് ലാൻഡിങ്. ഞാൻ ഹെലികോപ്റ്ററിൽ തന്നെ ഓടിച്ചിട്ടൊന്നുമില്ല. രാജേട്ടനെ പിക്ക് ചെയ്യാൻ പോണ. രാജേട്ടൻ ചത്തുകണോ ഇപ്പോൾ? രാജേട്ടൻ എവിടെയാണെന്ന് എനിക്കറിയില്ലാടോ. എന്നോട് ചോദിച്ചിട്ട് കഴിയില്ല. രാജേട്ടനെ നമ്മുടെ എടുത്തിട്ടോ. ആ ഈ ബാ മിസ്സിലോട്ട് ആവില്ലേ? മിസ്സിലോട്ട് ആവില്ലേ? ആ ജയിലിൽ കിടന്നു. നമ്മളൊക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷമുണ്ട്. രാജേട്ടനെ കൊണ്ട് രാജേട്ടനോട് പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ പൂട്ടിയിട്ടാണ്. അറിയില്ല. രാജേട്ടനാണെന്നുണ്ടല്ലോ. ആ ഈ വണ്ടി ഡൂപ്പ. അല്ല ശരിക്കും രാജേട്ടൻ എന്ത് ചെയ്യും അറിയില്ലല്ലോ. ഇതെവിടെയാ ശരിക്കും പോലീസല്ലേ? അവിടെ ഹെലികോപ്റ്ററോടെ കണ്ടോടെ. പിന്നെ എവിടെയാ രാജേട്ടനോടെ? അറിയില്ല കേട്ടോ. ഞങ്ങളുടെ നിർത്തിയിട്ടോ അല്ലേ? അയ്യോ നിങ്ങൾ കണ്ടതല്ലേ രാജേട്ടനെ എവിടെയല്ല നിർത്തിയിട്ടോ. നീ എന്നാണെങ്കിൽ നിൽക്കൂടെ? നെഞ്ചത്ത് ഞാൻ എവിടെയോ. അയ്യോ അയ്യോ എന്നൊക്കെ നമുക്ക് ഈ ഹെലികോപ്റ്റർ എടുത്തോ. അപ്പോൾ പട്ടിയുടെ വീട്ടിലേക്ക് പോയി നോക്കുക. പട്ടീനെ വിളിച്ചുകൊണ്ടുവരാം. ഈ ഹെലികോപ്റ്റർ കറക്റ്റ് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. വെടിവെച്ച് തുടങ്ങി. എവിടെയായിരുന്നു എൻ്റെ വീട്? ഇത്രയൊന്നും വാങ്ങണ്ട. അപ്പം നോക്കി നമ്മളിപ്പോൾ എവിടെയാണ്? മാപ്പ് എവിടെയാണ്? നമ്മളിവിടെ വരട്ടെ. ഗൈസ് നമ്മുടെ വീട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഗൈസ് പോകുന്നുണ്ട്. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നോക്കാൻ പറ്റിയ ആകാശത്തോട് ഡാൻസ് കളിക്കാം. ഏതാ വഴി? ഓക്കെ ഇച്ചിരി ഹെലികോപ്റ്റർ താഴ്ത്തോട്ടാ. ചിലപ്പോൾ പ്രശ്നമാവും. ഗൈസ് അപ്പം ഞാൻ വിചാരിക്കണം എന്നാന്ന് വെച്ചാൽ ഈ ഹെലികോപ്റ്ററെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമല്ലോ, എന്നിട്ട് ട്രെയിനിനെ മേലെ കൊണ്ടിട്ട് നിർത്താം.
പൊളിയായിരിക്കും, വെറുതെ തിരിയണ്ട. പക്ഷെ അത് ഇങ്ങോട്ടാണ് ഇങ്ങനെ തെങ്ങോട്ടത് കഴിഞ്ഞിപ്പോക്കോ. നമുക്ക് അവിടെ എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കാം ഗൈസ്. പറന്ന് പോകാം, തൊട്ടടുത്താണ്. ഈ റെയിൽവേ അങ്ങ് നേരെ പോയാൽ എത്താൻ പറ്റും. നമ്മുടെ ഷോറൂം അതാണ്. ഇച്ചിരി താഴ്ത്താലേക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ താഴ്ന്നു വരുന്നുണ്ട്. ഏതാണ് റെയിൽവേ സ്റ്റേഷൻ ഗൈസ്? ഹെലികോപ്റ്റർ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തുകൊണ്ട് വെച്ചാണെങ്കിലും പോവാം. ട്രെയിൻ സാറ് ഇവിടെ വന്നിട്ട് ഒന്നുണ്ട്. ട്രെയിനെ ഫോളോ ചെയ്യാൻ സമയമില്ല. ട്രെയിനിൻ്റെ മേലെ ലാൻഡ് ചെയ്യാം. ബസ്റ്റ് ട്രെയിനും പോയി. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യാം. ഹെലികോപ്റ്ററോട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ മോനെ, നല്ല സുഖമായിരുന്നു. എൻ്റെ രാജേട്ടനുണ്ടായി നിങ്ങളെ പരിപ്പാക്കിയാണ്. പരിപ്പ് പോയി. ഒരു പരിപ്പ് പോയിട്ടുണ്ട്. ഇയാളെ കിട്ടില്ല. വന്നിട്ടുണ്ട്. നമുക്കൊരു മിസൈൽ കൂടെ അവിടെ ലങ്ങത്തെ പാർട്ടി എടുത്തവിടെ. ട്രെയിൻ വേണ്ട എത്ര ഉള്ളായിരുന്നു സമയം? ഞാൻ അവിടെ ചുമ്മാ അവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പം എല്ലാം കൂടി ഇവിടെ എത്തിയടാ. ഈ പോലീസിലൊക്കെ ഉത്സവരാട്ടം അടിച്ചിട്ട് വന്നു. ഇപ്പോഴേ തോന്നി അല്ല ട്രെയിനും കൂടെ അടിപൊളി. ഇത് വരുമ്പോഴേക്കും ഒരു കൊല്ലം എടുക്കും. അതിപ്പോൾ ട്രെയിൻ വന്ന വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഫോട്ടോ എടുത്തതാ അത് പോട്ടെ. സൈനാക്കിയെന്ന് എനിക്കറിയില്ല. ഈ ട്രെയിൻ സാറിന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. മക്കളവിടെ കയറിയിരുന്നു. അച്ഛനത് ഡാൻസ് കളിക്കാൻ നിൽക്കുക. ഒരെണ്ണം ഇടിയേക്കുമ്പോൾ ഒരെണ്ണം നിൽക്കൂല. വരണ്ട് ഇപ്പം കാണാട്ടോ ട്രെയിന്. നമുക്ക് ട്രെയിനിൽ ഹോളുണ്ട്. അത് ഞാൻ സ്പീക്കർ ഓഫാക്കി വെച്ചേക്കാം. അപ്പോൾ അത് കേൾക്കാൻ പാടില്ല. അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ട്രെയിൻ പോകും. പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു കാട്ടിക്കൂട്ടാം. ട്രെയിൻ കട അടയ്ക്കാണ്ടിരിക്കില്ല. നമുക്കിവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം. അയ്യോ ചേട്ടത് ഡാൻസ് കളിക്കുക. ഇപ്പം നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രെയിൻ പോയി.
നമുക്കത് പിടിക്കാൻ പറ്റില്ല.